So ma'am, Destination Holidays in the hoardings, metro pillars and ads കണ്ടപ്പോൾ അതിൽ let's visit 100 countries എന്നൊരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. What is that all about? ആക്ച്വലി ഞാൻ ആയിരക്കണക്കിന് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ രാജ്യങ്ങളുടെ കണക്കെടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു 80 കൺട്രീസൊക്കെയാണ് ഞാനിപ്പം ട്രാവൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ റീസെൻ്റ് യാത്രകളിൽ ഞാൻ കുറച്ച് പേരെ പരിചയപ്പെട്ടു. അപ്പോൾ അവരെല്ലാം 100-ൽ മേലെ രാജ്യങ്ങളും പോയി എന്ന് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര അതിശയമായി. അത് ഇന്നത്തെ കാലത്ത് ഒരുപാട് അതിശയപ്പെടേണ്ട ഒരു കാര്യമല്ല, എങ്കിൽ പോലും അങ്ങനെ യാത്ര ചെയ്തിട്ടുള്ള എണ്ണം വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു കാര്യം വന്നത് എനിക്കും 100 രാജ്യങ്ങൾ യാത്ര ചെയ്യണം എന്ന് ഞാൻ അവിടെ വെച്ച് ഞാൻ ഒരു ഡിസിഷൻ എടുത്തു. പിന്നെ യാത്രകളുടെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ആദ്യത്തെ കുറച്ച് യാത്രകൾ ഒരു 10-15 രാജ്യമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു വിദേശത്ത് യാത്ര ചെയ്യുന്ന ഒരാളായിട്ട് തീർച്ചയായിട്ടും നമ്മൾ മാറും. പക്ഷെ പിന്നീട് രാജ്യങ്ങളുടെ എണ്ണം കൂടുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള ഔട്ട്ലുക്ക് തന്നെ മാറിപ്പോവും. നമ്മളൊക്കെ എത്ര നിസ്സാരരാണെന്ന് നമുക്ക് തോന്നും. ഈ ലോകം എന്ത് വലുതാണ്, അവിടുത്തെ അവരുടെ സംസ്കാരമോ അല്ലെങ്കിൽ ഓരോ രീതികളൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ഒന്നുമല്ല, നമ്മളൊക്കെ വളരെ ചെറുതാണെന്ന് നമുക്കൊരു റിയലൈസേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ എത്രമാത്രം നമ്മൾ രാജ്യങ്ങൾ കൂടുതൽ സന്ദർശിക്കുന്നു അത്രമാത്രം നമ്മുടെ ലൈഫിനെ നമുക്ക് കൂടുതൽ ഷേപ്പ് ചെയ്യാനും ഡിസിഷൻസ് പ്രോപ്പറായിട്ട് എടുക്കാനും നമ്മളെ വളരെ സ്ട്രോങ് ആക്കും നമ്മുടെ യാത്രകൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലാവരോടും പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പറ്റുവാണെങ്കിൽ മിനിമം ഒരു 100 രാജ്യങ്ങളെങ്കിലും യാത്ര ചെയ്യൂ. ദ ലീസ്റ്റ് മിനിമം 100 കൺട്രീസാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അത് നമ്മളെ തന്നെ മാറ്റിക്കളയും. യാത്രകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര കൂടുതൽ യാത്ര ചെയ്യുന്നു അത് നമ്മുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യും. സോ ദാറ്റ്സ് വൈ വി കോൾ ട്രാൻസ്ഫോർമേറ്റീവ് ട്രാവൽ.